നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് മഴ മുന്നറിയിപ്പിൽ വീണ്ടും മാറ്റം. അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ 4 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ ജില്ലകളിലാണ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. തൃശൂർ, പാലക്കാട്, മലപ്പുറം എന്നീ ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. വടക്കൻ ജില്ലകളിൽ കനത്ത ജാഗ്രത നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇടിയോടും കാറ്റോടും കൂടിയ മഴയ്ക്കാണ് സാധ്യത. മലബാർ ജില്ലകളിൽ ഇന്നലെ വൈകിട്ട് തുടങ്ങിയ മഴ തോരാതെ പെയ്യുകയാണ്. നഗരങ്ങളിൽ ഉൾപ്പെടെ പലയിടത്തും വെള്ളക്കെട്ടുണ്ടായിട്ടുണ്ട്. കോഴിക്കോട് സായുടെ ഓഫീസിൽ വെള്ളം കയറി. കണ്ണൂർ കുറുവയിൽ 2 വീടുകൾക്ക് മുകളിലേക്ക് മതിലിടിഞ്ഞ കേടുപാടുകൾ സംഭവിച്ചു. കൊയ്ത്തുമരം വീണ വീടിന്റെ മേൽക്കൂര തകർന്നു വീണു. തലശ്ശേരി റെയിൽവേ സ്റ്റേഷനിലുള്ള പ്രധാന റോഡിൽ വെള്ളക്കെട്ടാണ് രൂപപ്പെട്ടിരിക്കുന്നത്. പിലാത്തറയിൽ ദേശീയപാത സർവീസ് റോഡിൽ വെള്ളക്കെട്ടിനെ തുടർന്ന് ഗതാഗതം തടസ്സപ്പെട്ടു. വാഹനങ്ങൾ വഴിതിരിച്ചു വിട്ടിരിക്കുകയാണ്. ദേശീയപാത നിർമ്മാണം നടക്കുന്ന പാപ്പിനിശ്ശേരി വെള്ളാപുരത്തും വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട്. താഴെ ചൊവ്വയിൽ താഴ്ന്ന പ്രദേശങ്ങളിലെ വീടുകളിലും വെള്ളം കയറിയിട്ടുണ്ട്. ഓടകൾ അടഞ്ഞതിനെ തുടർന്നാണ് വെള്ളം കയറിയത്. കോർപ്പറേഷൻ തൊഴിലാളികൾ എത്തിയാണ് ഇതൊക്കെ തന്നെ മാറ്റിയിരിക്കുന്നത് എന്നാണ് വ്യക്തമാകുന്നത്. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ ജില്ലകളിലാണ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഒപ്പം അതുപോലെ തന്നെ മറ്റ് ജില്ലകളിലും ഒക്കെ തന്നെ വരും മണിക്കൂറിൽ സംസ്ഥാനത്തെ വിവിധ ജില്ലകളിലും മഴയുടെ ശക്തി കൂടാനുള്ള സാധ്യതയാണ് ഉള്ളത്. ഓടകൾ അടഞ്ഞതിനെ തുടർന്ന് വെള്ളം കയറി തുടങ്ങിയിട്ടുണ്ട്. പലയിടങ്ങളിലും കോർപ്പറേഷൻ തൊഴിലാളികൾ എത്തി ഓട വൃത്തിയാക്കാൻ തുടങ്ങിയിട്ടുണ്ട്. കനത്ത മഴയിൽ പയ്യന്നൂർ താലൂക്ക് ആശുപത്രി വളപ്പിലെ പഴയ കെട്ടിടത്തിന്റെ ഭാഗങ്ങൾ തകർന്നു വീണു. ഉച്ചയ്ക്ക് ശേഷവും മഴ തുടരും എന്നാണ് കാലാവസ്ഥാ പ്രവചനം. രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും മഴ ശക്തമായി തുടരുകയാണ്. മിക്ക പ്രദേശങ്ങളിലും നിലനിൽക്കുന്ന ഈ ഘട്ടം മൺസൂണിന് മുമ്പുള്ള മഴയാണ്. എന്നാൽ നിരന്തരം വികസിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങൾ നോക്കുമ്പോൾ ഏറെക്കാലമായി കാത്തിരുന്ന മൺസൂൺ ഇപ്പോൾ എപ്പോൾ വേണമെങ്കിലും ഇന്ത്യൻ ഭൂഖണ്ഡത്തിൽ എത്താം എന്നുള്ള സാധ്യതയുണ്ട്. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലെ എല്ലാ ദ്വീപുകളിലേക്കും മൺസൂൺ ഇതിനോടകം തന്നെ വ്യാപിച്ചു തുടങ്ങിയിട്ടുണ്ടെങ്കിലും മെയ് 19 തന്നെ തെക്കൻ ബംഗാൾ ഉൾക്കടലിൽ നിന്ന് മൺസൂൺ ബംഗാൾ ഉൾക്കടലിന്റെ മധ്യഭാഗത്ത് എത്തിയിട്ടുണ്ടെങ്കിലും ജൂൺ 1 സാധാരണയായി മഴ എത്തുന്ന നിരവധി പ്രദേശങ്ങൾ അവിടെയുണ്ട്. കേരളത്തിൽ മൺസൂൺ എപ്പോൾ എത്തുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തെക്കു പടിഞ്ഞാറൻ മൺസൂൺ ഇന്ത്യയുടെ പ്രധാന കര അതിർത്തിയിലേക്ക് പ്രവേശിക്കുന്നത് കേരളത്തിൽ നിന്നാണ്. സാധാരണയായി മെയ് 30 കാലവർഷം കേരളത്തിന്റെ തീരപ്രദേശങ്ങളിലേക്ക് തെക്ക് നിന്ന് മാലിദ്വീപ്, ശ്രീലങ്ക വഴി എത്തുന്നുണ്ട്. ഇത്തവണ കാലാവസ്ഥാ വകുപ്പ് അതിന്റെ പ്രാരംഭ പ്രവചനത്തിൽ മെയ് 27 കേരളത്തിൽ കാലവർഷം പ്രവേശിക്കുമെന്ന് പ്രവചിക്കുന്നുണ്ട്. പ്രവചനം തെറ്റിയോ എന്ന് ചോദിച്ചാൽ നിലവിലെ സാഹചര്യത്തിൽ ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം തെറ്റിയേക്കാം. നിലവിൽ അറബിക്കടലിൽ ഒരു ന്യൂനമർദ്ദം രൂപപ്പെട്ടിട്ടുണ്ട്. ഇത് അടുത്ത 1-2 ദിവസത്തിനുള്ളിൽ ഒരു ചുഴലിക്കാറ്റായി രൂപപ്പെട്ടു എന്നാണ് റിപ്പോർട്ട്. ഈ സംവിധാനത്തിന്റെ സഹായത്തോടെ കേരളത്തിൽ കാലവർഷം പ്രവേശിക്കാനുള്ള ശക്തമായ സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. ഈ വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട എല്ലാ ഘടകങ്ങളും അതേപടി തുടരുകയാണെങ്കിൽ മെയ് 22 മെയ് 24 ഇടയിൽ, അതായത് ഈ ആഴ്ച തന്നെ കേരളത്തിൽ ശക്തമായ മൺസൂൺ പ്രവേശിക്കും. ഇത് സംഭവിച്ചാൽ കേരളത്തിൽ മൺസൂൺ പ്രവചനങ്ങൾക്ക് മുൻപ് ഏകദേശം ഒരാഴ്ച മുമ്പ് തന്നെ എത്തും. അതുപോലെ തന്നെ മൺസൂണിന്റെ വേഗത കേരളത്തിന് മാത്രമല്ല രാജ്യത്തിന്റെ മറ്റ് ഭാഗങ്ങൾക്കും സന്തോഷ വാർത്തയാണ് ഉള്ളത്. വടക്കു കിഴക്കൻ ഇന്ത്യയിലെ സംസ്ഥാനങ്ങളിലും ബംഗാൾ, ഒഡീഷ തുടങ്ങിയ സംസ്ഥാനങ്ങളിലേക്കും കിഴക്കേ അറ്റത്ത് നിന്ന് ബംഗാൾ ഉൾക്കടൽ വഴി മൺസൂൺ നേരത്തെ എത്തിയേക്കാം. വടക്കേ ഇന്ത്യ പോലെയുള്ള രാജ്യത്തിന്റെ മറ്റ് ഭാഗങ്ങളിൽ മൺസൂൺ എപ്പോൾ വേണമെങ്കിലും പ്രവേശിക്കുമെന്ന് പ്രവചിക്കാൻ ഇപ്പോഴും അല്പം ബുദ്ധിമുട്ടുണ്ട്. കാലാകാലങ്ങളിൽ മാറിക്കൊണ്ടിരിക്കുന്ന നിരവധി ഘടകങ്ങൾ കാരണം മൺസൂൺ പുരോഗമിക്കുന്നതിനാലാണ് ഇത്. എന്നാൽ ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇത്തവണ രാജ്യത്തുടനീളം സാധാരണയേക്കാൾ 5% കൂടുതൽ മൺസൂൺ മഴ ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസത്തേക്കും കനത്ത മഴയാണ് പ്രവചിക്കപ്പെടുന്നത്. നിലവിലെ സംസ്ഥാനത്തെ വിവിധ പ്രദേശങ്ങളിൽ രാവിലെ മുതൽ നേരിയ മഴയെങ്കിലും ലഭിക്കുന്നുണ്ട്. 20-ാം തീയതി, അതായത് ഇന്ന് കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡും 23-ാം തീയതി പത്തനംതിട്ട, ഇടുക്കി, എറണാകുളം ജില്ലകളിലുമാണ് അലർട്ടുകൾ. ജില്ലയിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പക്ഷെ മാറി മറിയുന്ന ഒരു കാലാവസ്ഥാ വ്യതിയാനം മൂലം തീർച്ചയായും ഈ ഒരു അലർട്ടുകൾക്കൊക്കെ തന്നെ മാറ്റമുണ്ട്. കാരണം അല്പസമയം മുൻപാണ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. 24 മണിക്കൂറിൽ 115.6 മില്ലിമീറ്റർ മുതൽ 204.4 mm വരെ മഴ ലഭിക്കുമെന്നാണ് ഉദ്ദേശിക്കുന്നത്. മാത്രമല്ല പലയിടങ്ങളിലും വരും മണിക്കൂറിൽ ശക്തമായ മഴയുടെ സാധ്യത തന്നെയാണ് പ്രവചിക്കപ്പെട്ടിട്ടുള്ളത്. അറബിക്കടലിൽ ന്യൂനമർദ്ദ സാധ്യത. ഈ മധ്യകിഴക്കൻ അറബിക്കടലിൽ കർണാടക തീരത്തിന് മുകളിലായി മെയ് 21 ഉയർന്ന ലെവലിൽ ചക്രവാത ചുഴി രൂപപ്പെടുമെന്ന്, മെയ് 22 ന്യൂനമർദ്ദമായി ശക്തി പ്രാപിക്കുമെന്നും ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട്. തുടർന്ന് വടക്കു ദിശയിൽ സഞ്ചരിച്ച് വീണ്ടും ശക്തി പ്രാപിക്കാൻ സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട്.